ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉണ്ണി എല്ലാ സത്യങ്ങളും അറിഞ്ഞതോടുകൂടി തന്നെ നാടകം അവസാനിപ്പിച്ച് മഹിയെയും കൂട്ടി തിരികെ കപിലേശ്വരത്തേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുന്നുണ്ട് കണ്ണൻ. കരുണയും ദുർഗയും ഒക്കെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നാലോചിച്ച് വിഷമിക്കുന്ന ലേഖയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. അവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അത് തടയാനുള്ള മാർഗങ്ങളും എനിക്കറിയാമെന്നും പറയുന്നുണ്ട്. വളരെ വിഷമത്തോടെയാണെങ്കിലും രേഖയോടെ യാത്ര പറഞ്ഞ് മഹി പോകുന്നു. പിന്നീട് ഉണ്ണി കരുണയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ടെത്തിയതെല്ലാം ഇന്നത്തോടെ നിങ്ങൾ അറിയുമെന്നും എൻ്റെ മനസ്സിലെ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം പറയേണ്ടയാൾ തന്നെ തന്നു എന്നും ഇത്രയും മോശപ്പെട്ട ഒരു വിഷു ഉണ്ടാവില്ലെന്ന് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നീ പറയുമെന്നെല്ലാം പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഇയാളെ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് കരുണ. വെറുതെ കണ്ണേട്ടിനെ സംശയിച്ച് പുറകെ നടന്ന് വെറുപ്പ് സമ്പാദിക്കാനാണെന്നും കിട്ടേണ്ടതെല്ലാം ഇല്ലാതാക്കുമെന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. വീട്ടിലെത്തിയതിന് ശേഷവും കണ്ണേട്ടനോടൊപ്പം വിഷുസദ്യ കഴിക്കാനായിട്ട് കാത്തിരുന്ന കരുണയോടായിട്ട് ഉണ്ണി പറയുന്നുണ്ട്, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നീ വിഷുസദ്യ കഴിക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നെ ബുദ്ധിയില്ലാത്തവനെന്നും ഒന്നിനും കൊള്ളാത്തവനെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നിന്റെ ചെകിടത്താണ് ഞാൻ അടിക്കേണ്ടതെന്ന് പറയുമ്പോൾ വീണ്ടും ഇതൊരു ഡോക്ടറുടെ അടുത്തേ നിൽക്കൂ, നിങ്ങളുടെ തലയ്ക്ക് സാരമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് കരുണ. പിന്നീട് കരുണ ഉണ്ണി ഇങ്ങനെ പിച്ചും പേയും പറയുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദുർഗയുടെ അടുത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നെല്ലാം പറയുമ്പോൾ എല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമനില തെറ്റിപ്പോകാതിരുന്നാൽ ഭാഗ്യമെന്ന് പറയുന്നുണ്ട് ഉണ്ണി. ഇതേ സമയം കണ്ണൻ്റെ കാറ് വന്നു നിൽക്കുന്നത് കാണുമ്പോൾ സഹായിക്കാനായിട്ട് കരുണ ഓടി ചെല്ലുന്നുണ്ട് സന്തോഷത്തോടുകൂടി. പക്ഷേ കണ്ണനോടൊപ്പം കാറിൽ നിന്നും ഇറങ്ങി വരുന്ന മഹാലക്ഷ്മിയെ കണ്ട് ഞെട്ടി നിന്ന് പോവുകയാണ് കരുണയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് കരുണ വേഗം തന്നെ ചെന്ന് ദുർഗയുടെ അടുത്ത് നിന്ന് കാര്യം പറയുന്നു. അമ്മയെ കണ്ണേട്ടൻ അവളെയും വിളിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ മോള് സമാധാനമായിട്ടിരിക്കുക, നമുക്ക് ചോദിക്കാം. കണ്ണീരൊഴുക്കി അവനെ മയക്കി അവൻ്റെ കൂടെ ഇവിടെ കൂടാനാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ദുർഗ. ഞാൻ പറഞ്ഞതിലെല്ലാം കഴമ്പുണ്ടെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ഉണ്ണിയും പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വരുമ്പോൾ അവരെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് ദുർഗയും കരുണയും. തുടർന്ന് എന്താടാ ഇത്, നീ എന്തിനാടാ ഇവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? നീ ഇവളെ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയതില്ലേ, പിന്നെ എന്ത് തന്ത്രമാണ് ഇവൾ നിന്റെ അടുത്ത് പ്രയോഗിച്ചത് എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയായ ഇയാൾ എന്നോടൊപ്പം ഈ വീട്ടിലാണ് കഴിയേണ്ടത്, അത് കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാം എന്ന് കണ്ണൻ പറയുമ്പോൾ എടാ ഇവൾ നിന്നെ വഞ്ചിച്ച് മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവളല്ലേ, അത് നീ മറന്നുപോയി എന്ന് ദുർഗ വീണ്ടും ചോദിക്കുമ്പോൾ അത് മറ്റൊരുത്തൻ്റെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞ് തന്നെയാണ് ഇയാളുടെ വയറ്റിൽ കിടക്കുന്നത്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് കണ്ണൻ സത്യം തുറന്നടിച്ച് പറയുമ്പോൾ വീണ്ടും ഞെട്ടി നിന്ന് പോവുകയാണ് ദുർഗയും കരുണയും. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇയാൾ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുമായിരുന്നു, ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഇയാളുടെ തന്നെയാണെന്ന് ഉണ്ണിയും പറയുന്നുണ്ട്. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന നിനക്ക് എങ്ങനെയാണ് കുട്ടികളുണ്ടാകുന്നത്, അതോ മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ നീ തയ്യാറായോ എന്ന് ദുർഗ വീണ്ടും ചോദിക്കുമ്പോൾ ഇയാൾ നമ്മളെ എല്ലാവരെയും മണ്ടന്മാരാക്കുമായിരുന്നു അമ്മേ, ഇയാളും ഇവരും തമ്മിൽ ഒരകലവും ഇല്ല എന്ന് മുൻപേ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു, അതാ ഞാൻ ഇയാളുടെ പുറകെ തന്നെ പോയത്, അതുകൊണ്ട് സത്യം കണ്ടെത്താൻ പറ്റി, ഇല്ലെങ്കിൽ ഇയാളുടെ കള്ളത്തരമൊന്നും നമ്മളിപ്പോഴും അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്നും നാളെ ഇയാളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ഒറ്റ അവകാശം മാത്രമേ ഉണ്ടാവൂ, കമലേശ്വരത്തെ ഈ കണ്ണൻ എന്ന് വീണ്ടും കണ്ണൻ പറയുമ്പോൾ ഷോക്കാവുന്നുണ്ട് കരുണയും ദുർഗവും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണല്ലേ വില കൂടിയ സമ്മാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ദാനം തന്നത്, ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കലി തുള്ളുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇയാളെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിയെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. ശേഷം ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ എൻ്റെ സംശയങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഡിക്റ്റേറ്റീവ് എന്നെല്ലാം വിളിച്ച് നീ എന്നെ കളിയാക്കിയില്ലേ കരുണേ, എൻ്റെ സംശയത്തിൽ കഴമ്പുണ്ടെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ഉണ്ണി പറയുന്നുണ്ട്. ഇനി നമ്മളും സൈലൻ്റായിട്ട് നിന്നുകൊണ്ട് അവർക്കെതിരെ പടപ്പുറപ്പാട് നടത്തണമെന്നും ഉണ്ണി പറയുന്നുണ്ട്. ഏതായാലും എല്ലാ സന്തോഷങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിലവിളിക്കുകയാണ് കേട്ടോ ദുർഗ. തുടർന്ന് കരുണ പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നും ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല, കണ്ണനും മഹാലക്ഷ്മിയും സ്നേഹിച്ചു കഴിയുന്ന ഈ വീട്ടിൽ എനിക്കിനി താമസിക്കാനായിട്ട് കഴിയില്ല,
പക്ഷേ അതിനു മുൻപ് എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യത്തിൽ ആ വിഷുക്കോടിയും നെക്ലസും എല്ലാം എടുത്ത് കണ്ണൻ്റെയും മഹിയുടെയും മുറിയിലേക്ക് ചെന്ന് കണ്ണൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം വരുന്ന മഹിയാണെങ്കിൽ, എന്താടി കരുണ നീ കാണിച്ചത്? ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങളാണ് നീ കണ്ണേട്ടൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത്. നിനക്കതിന് ഒന്നിൻ്റെയും വില അറിയില്ലല്ലോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്ന നിൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും പറഞ്ഞാൽ മതി. കണ്ണേട്ടൻ മനസ്സറിഞ്ഞ് വാങ്ങിത്തന്ന ഈ സമ്മാനങ്ങളാണ് നീ വലിച്ചെറിഞ്ഞത്. അത് നീ കണ്ണേട്ടനെ അപമാനിച്ചതിന് തുല്യമാണ്. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ച് തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന് വേണ്ടി മഹാലക്ഷ്മി കരുണയുടെ കരണം നോക്കി നന്നായിട്ട് തന്നെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം. അങ്ങനെ കരുണ എന്നേക്കുമായിട്ട് കമലേശ്വരത്തിൻ്റെ പടിയിറങ്ങി പോകുന്നു. ഇതേ സമയം ലേഖയും മഞ്ജുവും അനന്തവും ഒക്കെ ആണെങ്കിൽ മഹാലക്ഷ്മിയും കൂട്ടി കണ്ണൻ കമലേശ്വരത്തേക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ ആശങ്കപ്പെടുന്നുണ്ട്. ഇനി മഹി അവിടെ താമസിച്ചു കഴിഞ്ഞാൽ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും കരുണയൊക്കെ ഏത് രീതിയിലായിരിക്കും മഹിയോട് പെരുമാറാൻ പോകുന്നത്? കണ്ണേട്ടൻ്റെ കുഞ്ഞാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ആശങ്കകളൊക്കെ അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. അത് കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്